വീഡിയോയിൽ പോകുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്ക് നല്ല പനിയാണ്. എന്നിട്ടാണ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ സൗണ്ട് കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ ഞാൻ കണ്ടന്റ് കുറച്ച് അധികം ഉണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനത്തെ സിറ്റുവേഷൻ ആയിട്ട് ഞാൻ ചുരുക്കി പറയാം. സോ എന്തുകൊണ്ടാണ് സൈഫൈ മൂവി ആയിട്ടുള്ള കൽക്കിക്ക് ഇത്രയും മാത്രം പ്രതീക്ഷ? അത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ബഡ്ജറ്റ് ആയിട്ടുള്ള മൂവി ആയതുകൊണ്ടാണോ, അല്ലെങ്കിൽ പ്രഭാസ്, അമിതാഭ് ബച്ചൻ, കമലഹാസൻ അങ്ങനെ വലിയൊരു കാസ്റ്റ് ആൻഡ് ക്രൂ ഉള്ളതുകൊണ്ടാണോ ചോദിച്ചാൽ ഇതൊക്കെ ഉണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ ദ മെയിൻ തിങ് വാസ് ആ ഒരു മൂവിയുടെ മേക്കിംഗ് ക്വാളിറ്റി, ആ ഒരു മൂവിയുടെ പ്രസന്റേഷൻ തന്നെയാണ് സീരിയസ്ലി. കാരണം ആ ഒരു ട്രെയിലർ കണ്ടപ്പോൾ ഒരുപാട് പേര് കളിയാക്കിയിട്ടുള്ള കാര്യമായിരുന്നു ഇതിപ്പോൾ ഡ്യൂണിൽ നിന്ന് കോപ്പി അടിച്ചാണ്, അല്ലെങ്കിൽ സ്റ്റാർ വാർസിന് കോപ്പി അടിച്ചാണ്, അങ്ങനെ ഒരുപാട് ഹോളിവുഡ് മൂവീസോടൊക്കെ കമ്പയർ ചെയ്യണം. അപ്പൊ ഞാൻ ഒരു കാര്യം പറയാം, ഈ ഒരു ഹോളിവുഡ് മൂവീസോടൊക്കെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിക്ക്, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു മൂവിയായിട്ട് ഈ ഒരു മൂവിനെ റെഫർ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു മൂവിയുടെ ക്വാളിറ്റിയും പ്രസന്റേഷൻ ലെവലൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കും. ഞാൻ ഈ ഒരു മൂവിക്ക് ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇതൊന്നുമല്ല. അല്ലെങ്കിൽ പ്രഭാസ് ഉള്ളത് കൊണ്ടോ, അല്ലെങ്കിൽ അമിതാഭ് ബച്ചൻ ഉള്ളത് കൊണ്ടോ, കമലഹാസ് ഉള്ളത് കൊണ്ടോ, അല്ലെങ്കിൽ ഇത്രയും വലിയ ബഡ്ജറ്റ് ഉള്ളത് കൊണ്ടോ അങ്ങനെയൊന്നുമല്ല. ഇതെല്ലാം അടിപൊളിയാണ്, ഈ കാര്യങ്ങളൊക്കെ കൊണ്ട് നൈസാണ്. പക്ഷെ ഈ ഒരു മൂവിയുടെ കണ്ടന്റ്, അല്ലെങ്കിൽ ഈ ഒരു മൂവിയുടെ സ്റ്റോറി എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഇന്ത്യൻ മിത്തോളജി, അല്ലെങ്കിൽ നമ്മുടെ മഹാഭാരതവും രാമായണവും, സോ അതിനൊക്കെ ഇൻസ്പയർ ചെയ്തിട്ടാണ് ഈ ഒരു മൂവി പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മുടെ കഥയാണ്, അല്ലാതെ നമ്മൾ പുറത്തുനിന്ന് ഇങ്ങനെ കോപ്പി അടിച്ചെടുക്കൊന്നുമല്ല. കാരണം നിങ്ങൾക്ക് ട്രെയിലർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, രാമായണത്തിലും മഹാഭാരതത്തിലൊക്കെ പോകുന്ന ഒരുപാട് ക്യാരക്ടേഴ്സും സിറ്റുവേഷൻസ് ഒക്കെ ഈ ഒരു ട്രെയിലർ കാണുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ കഥയാണ്, ഇന്ത്യൻ മിത്തോളജിയാണ്. സോ അതാണ് എന്നെ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്യിക്കുന്നത്. അല്ലെങ്കിൽ നമ്മളിപ്പം സ്റ്റാർ വാർസ് പോലെയോ, അല്ലെങ്കിൽ ആ ഒരു ഡ്യൂണ് പോലെയോ അതുപോലത്തെ സ്റ്റോറിയൊന്നും അല്ല, നമ്മുടെ സ്വന്തം സ്റ്റോറി വെച്ചിട്ട് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് സൈഫൈ എന്നൊരു എലമെന്റ് കൂടി ബ്ലെൻഡ് ചെയ്തിട്ട് വരുന്ന മൂവിയാണ്. സോ അതുകൊണ്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഈ മൂവിക്ക് വെയിറ്റ് ചെയ്യുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് ഈ മൂവിയിൽ വന്ന കാസ്റ്റ് ആൻഡ് ക്രൂ, പിന്നെ ഈ ഒരു മൂവിയുടെ പ്രൊമോഷൻ എന്നൊക്കെ പറയാൻ നിങ്ങൾ കണ്ടു കാണും. കോമിക്കോണിലൊക്കെയാണ് ഈ ഒരു മൂവി കൊണ്ട് അനൗൺസ് ചെയ്തത്. കാരണം അമ്മാതിരി ലെവലിലാണ് ഈ മൂവി അവർ കൊണ്ടുവരുന്നത്. കാരണം വൺ ഓഫ് ദ ബെസ്റ്റ് ഇന്ത്യൻ മൂവി, അല്ലെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് സൈഫൈ ഇന്ത്യൻ മൂവി എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്ക് കൊണ്ട് വെക്കാൻ പറ്റുന്ന ഒരു മൂവി ആയിട്ടാണ് കൽക്കി മാറുന്നത് ഷുവറാണ്. സോ സ്റ്റോറിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ കൽക്കി എന്ന് പറഞ്ഞ ക്യാരക്ടർ ജനിച്ചിട്ടില്ല. കൽക്കി എന്ന് പറഞ്ഞാൽ വിഷ്ണുവിന്റെ ലാസ്റ്റ് അവതാരമാണ്. സോ കലിയുഗത്തിന് ശേഷമാണ് കൽക്കി വരുന്നത്. സോ അതുപോലെയാണ് ഈ ഒരു മൂവിയുടെ സ്റ്റോറിയിലും കാണിച്ചിരിക്കുന്നത്. അപ്പം ദീപിക പടുക്കൻ പ്രഗ്നന്റ് ആണ്. സോ ഒരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നുണ്ട്. ആ കുഞ്ഞ് ഇതുവരെ ജനിച്ചിട്ടില്ല. സോ ആ ഒരു കുഞ്ഞ് ജനിക്കാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇതിന് തന്നെ ഒരുപാട് വേൾഡ് ബിൽഡ് ഉണ്ട്, കാശുണ്ട്, കോംപ്ലക്സ് ഉണ്ട്. കോംപ്ലക്സ് എന്ന് പറയുന്നതാണ് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത്. സോ അവർക്ക് ഈ ഒരു കുഞ്ഞ് ജനിക്കാൻ പാടില്ല. സോ അതിനെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് അവർ ഒരു ടീമിനെ അയക്കും. അപ്പൊ ആ ഒരു കുഞ്ഞ് ജനിക്കാൻ വേണ്ടിയിട്ട് ഈ വരുന്ന കോംപ്ലക്സ് ആൾക്കാരെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അമിതാഭ് ബച്ചന്റെ ക്യാരക്ടർ വരുന്നത്. ഈ അമിതാഭ് ബച്ചന്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു പക്ക മഹാഭാരതത്തിൽ നിന്ന് ഇൻസ്പയർ ചെയ്തിട്ട്, അല്ലെങ്കിൽ അതിൽ നിന്നുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ്. ഞാൻ പറഞ്ഞുതരാം. സോ ഈ രണ്ടുപേരുടെ ഇടക്ക് നിൽക്കുന്ന ക്യാരക്ടറാണ് പ്രഭാസിന്റെ ക്യാരക്ടർ വരുന്നത്. പ്രഭാസ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും കൽക്കിയല്ല, ഹീസ് എ ബൗണ്ടി ഹണ്ടർ. സോ നിങ്ങൾക്ക് ഈ ഒരു സിനിമയ്ക്ക് മുമ്പ് തന്നെ ഒരു 4 എപ്പിസോഡോ 3 എപ്പിസോഡോളം ഒരു ആനിമേഷൻ സീരീസ് ഇവർ റിലീസ് ചെയ്തിട്ടുണ്ട്. അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പ്രഭാസും ബാക്കിയുള്ള ക്യാരക്ടേഴ്സും, പ്രഭാസും ബുജി എന്ന് പറയുന്ന ആ ഒരു AI, ആ ഒരു കാർ, പിന്നെ ഇതിൽ വന്നു വന്ന ഒരുപാട് ക്യാരക്ടേഴ്സും, സോ അവരൊക്കെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് അതിൽ പറയുന്നുണ്ട്. സോ അത് നിങ്ങൾ കണ്ടുനോക്കിയാൽ കുറച്ചും കൂടി നിങ്ങൾക്ക് ക്ലിയർ ആവും. സോ ഈ ഒരു മൂവിയുടെ സ്റ്റോറി ട്രെയിലർ വെച്ച് നോക്കുവാണെങ്കിൽ തന്നെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഓഫ് കാശി, അല്ലെങ്കിൽ ആ ഒരു കലിയുഗത്തിന് ശേഷം ആ കൽക്കിയുടെ ജനനവും ആ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു വേൾഡിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് സിനിമ സംസാരിക്കുന്നത്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞായിരുന്നില്ല, അമിതാഭ് ബച്ചന്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് അത് സ്ട്രെയിറ്റ്ലി മഹാഭാരതത്തിൽ നിന്ന് റിഫർ ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അശ്വത്ഥാമ എന്ന് പറയുന്നത്. ഈ അശ്വത്ഥാമ എന്ന് പറയുന്ന ക്യാരക്ടർ എന്ന് പറയുന്ന ഒരു കേഴ്സ് കിട്ടിയ ക്യാരക്ടറാണ്. അതായത് ഇമോർട്ടൽ ആണ്, ഒരിക്കലും മരണമില്ല. അങ്ങനത്തെ സിറ്റുവേഷൻ ആയത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ ഒരു കുരുക്ഷേത്ര യുദ്ധത്തിന് ശേഷം അവരെ പാണ്ഡവരെ കൊല്ലാനായിട്ട് അശ്വത്ഥാമ പോകും. സോ അതിന്റെ റിവെഞ്ച് ആയിട്ട് അർജുനൻ അശ്വത്ഥാമയ്ക്കെതിരെ ബ്രഹ്മാസ്ത്ര അയക്കും. സോ അതിന്റെ ഒരു ഡിഫെൻഡ് ചെയ്യാനായിട്ട് അശ്വത്ഥാമയും ബ്രഹ്മാസ്ത്ര അയക്കും. പക്ഷെ അർജുനൻ ആ ബ്രഹ്മാസ്ത്ര തിരിച്ചെടുക്കും. പക്ഷെ അശ്വത്ഥാമയ്ക്ക് തിരിച്ചെടുക്കാൻ അറിയാത്തതുകൊണ്ട് തന്നെ അത് ഡൈവേർട്ട് ചെയ്യും. ഡൈവേർട്ട് ചെയ്യുന്ന വെച്ചാൽ വേറൊരു ഗർഭിണിയായ ഒരു സ്ത്രീയിലോട്ടാണ് ഈ ഒരു ബ്രഹ്മാസ്ത്ര ഡൈവേർട്ട് ചെയ്യുന്നത്. അത് ഒരു ട്രെയിലറിൽ ഒരു സീക്വൻസിൽ കാണിക്കുന്നുണ്ട്. സോ ഇങ്ങനത്തെ ഒരു കാര്യം വരുമ്പോൾ കൃഷ്ണനാണ് അശ്വത്ഥാമയെ കേഴ്സ് ചെയ്യുന്നത് ഇമോർട്ടലായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. അതായത് ജനിക്കാൻ പോകുന്ന ഒരു കുഞ്ഞിലോട്ടാണോ നീ ബ്രഹ്മാസ്ത്ര തിരിച്ചയച്ചെന്ന് പറഞ്ഞിട്ടാണ് ഈ അശ്വത്ഥാമയെ കേഴ്സ് ചെയ്യുന്നത്. സോ അങ്ങനെ ജീവിതകാലം മുഴുവനും മരണമില്ല, മരണത്തിനെ തേടി നടക്കുന്ന അശ്വത്ഥാമയിലോട്ടാണ് ഈ കൽക്കി അല്ലെങ്കിൽ ഈ ഒരു കാര്യം വരുന്നത്. സോ ആ ഒരു കുഞ്ഞ്, അതായത് ജനിക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ കുഞ്ഞിനെ ഇല്ലാതാക്കണം എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഹൈ ടവറിലുള്ള എല്ലാവരും വരുവാണ്. സോ അതിനെ ഡിഫെൻഡ് ചെയ്തിട്ട്, അതായത് വരുന്ന എല്ലാവരെയും ഡിഫെൻഡ് ചെയ്ത് കുഞ്ഞ് ജനിക്കണം. സോ അങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ, അതായത് ഗർഭിണിയായിട്ട് സ്ത്രീയെ രക്ഷിച്ച ആ ഒരു കുഞ്ഞിന്റെ ജനവും കൂടി നോക്കുമ്പോൾ ഈ ഒരു കേഴ്സ് ബ്രേക്ക് ആയി തനിക്ക് മരണം കിട്ടും. സോ ഇതാണ് ആ ഒരു സ്റ്റോറിയുടെ ബേസിക് എന്ന് പറയുന്നത്. സോ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഇന്ത്യൻ മിത്തോളജി അല്ലെങ്കിൽ ഇന്ത്യൻ സ്റ്റോറിനെ കണക്ട് ചെയ്തിട്ട് ആ ഒരു സൈഫൈ കാര്യം കൂടി ബ്ലെൻഡ് ചെയ്തിട്ട് വരുന്ന മൂവിയാണ് ഈ കൽക്കി എന്ന് പറയുന്നത്. സോ ഇതിനെ കണക്ട് ചെയ്തിട്ട് ഇനി ഒരുപാട് മൂവീസും അല്ലെങ്കിൽ യൂണിവേഴ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു കാര്യമാണ് എന്നെ ഏറ്റവും കൂടുതൽ ഈ ഒരു മൂവിൽ അട്രാക്ട് ചെയ്യണം. അല്ലാതെ ഈ ഒരു മൂവി സൈഫൈ ആയതുകൊണ്ട് മാത്രമല്ല, ഈ ഒരു ഇന്ത്യൻ മിത്തോളജി എന്നൊരു കോൺസെപ്റ്റും ആ ഒരു സൈഫൈ, ആ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള കുറെ സൂപ്പർ പവേഴ്സും ടെക്കും, ആ ഒരു നമ്മൾ ഹോളിവുഡ് മൂവീസിലൊക്കെ നമ്മൾ കാണുമ്പോൾ, നമ്മളൊരു ഡ്യൂൺ ആയാലും സ്റ്റാർ വാർസ് ആയാലും ബാക്കിയുള്ള മൂവീസൊക്കെ കാണുമ്പോൾ നമുക്ക് ആ ഒരു മേക്കിംഗ് ക്വാളിറ്റി അല്ലെങ്കിൽ അവിടുത്തെ പ്രസന്റേഷൻ ഉണ്ടല്ലോ, അതേ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ വരുമ്പോഴും. ഞാൻ അത് ഇല്ലാന്ന് പറയുന്നില്ല. പക്ഷെ ഈ ഒരു മൂവിയുടെ കോൺസെപ്റ്റും ആ ഒരു മൂവിയുടെ സ്റ്റോറിയും ആ ഒരു പ്രസന്റേഷനും ഒക്കെ ഇന്ത്യൻ മിത്തോളജിന് റിലേറ്റഡ് ആണ് വരുന്നത്. സോ അതിലെ ക്യാരക്ടേഴ്സും അവരുടെ സിറ്റുവേഷൻസ് ഒക്കെ ഈ സിനിമയിൽ പറഞ്ഞു പോകുന്നുണ്ട്. ഇപ്പൊ ഇതിൽ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള കാശിയുണ്ട്, നമ്മളെ കൽക്കി ജനിക്കുന്ന ശംബാല എന്ന് പറഞ്ഞ സ്ഥലം ഈ ഒരു ട്രെയിലറിൽ കാണിച്ചു പോകുന്നുണ്ട്. സോ അങ്ങനെ ഒരുപാട് മഹാഭാരതം, രാമായണം, സോ അതിലൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ട്രെയിലറിൽ ഉള്ളതുകൊണ്ട് തന്നെ എന്നെ ഏറ്റവും കൂടുതൽ ഈ മൂവിലോട്ട് അട്രാക്ട് ചെയ്യുന്ന ഈ ഒരു സൈഫയും ആ ഒരു ഇന്ത്യൻ കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെയാണ്. പിന്നീട് എടുത്തു വരേണ്ട കാര്യം ഈ ഒരു പ്രസന്റേഷൻ ഒരു ക്വാളിറ്റി തന്നെയാണ്. കാരണം ആ ഒരു ബുജി എന്ന് പറയുന്ന ഒരു കാർ പോലെ നിങ്ങൾ കണ്ടാണ്, അതൊക്കെ നമുക്ക്
CG ആയിരുന്നു, എൻ്റെ ഒരു മൂവിയിൽ ഒരു ഫുൾ VFX ആയിരുന്നു. പക്ഷെ അതിനെ ഒരു മഹേന്ദ്രയോട് ടൈപ്പ് ചെയ്ത് അങ്ങനെ ഒരു കാർ ക്രിയേറ്റ് ചെയ്തു. സിനിമയിൽ കാണുന്ന മിക്ക സ്ഥലവും ഇപ്പം ആ കാശിയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവർ സെറ്റായിരുന്നു ചെയ്യണം. CGയും VFX ഒക്കെ കൊണ്ട് ഇല്ലാന്നല്ല, പക്ഷെ ഒരു 50% അവർ സെറ്റാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അത് കാണുന്ന ഓരോ ഓഡിയൻസിനും അതിന്റെ ഒരു ക്വാളിറ്റിയും ആ ഒരു എക്സ്പീരിയൻസും ഫീൽ ചെയ്യാനായിട്ട് ആൻഡ് മെഷീനറീസിന്റെ കാര്യമായാലും വെപ്പൺസിന്റെ എല്ലാം അവർ ക്രിയേറ്റ് ചെയ്യായിരുന്നു. കാരണം അവരുടെ റീസെന്റ് വന്ന വീഡിയോസും ആ ഒരു അപ്ഡേറ്റ്സ് ഒക്കെ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം. കാരണം എല്ലാ കാര്യങ്ങളും അവരെ കൊണ്ട് പറ്റുന്നതിന്റെ മാക്സിമം അവർ എല്ലാം ക്രിയേറ്റ് ചെയ്യുമായിരുന്നു. കാർ ഉൾപ്പെടെ കാറിനെ കുറിച്ച് എനിക്ക് തോന്നുന്നു ഇന്ത്യയിലല്ല ലോകത്ത് നിന്ന് ആദ്യമായിട്ടാണ് ഒരു സിനിമയ്ക്ക് വേണ്ടി ഈ ഒരു കാർ തന്നെ അവർ ക്രിയേറ്റ് ചെയ്യണം, ഒരു കമ്പനിയുടെ ടൈപ്പ് ചെയ്തിട്ട്. ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അതൊക്കെ എന്ന് പറയുന്ന ഒരു ഡ്രിഫ്റ്റ് കാസോ അല്ലെങ്കിൽ അങ്ങനത്തെ കാസ് ആയിരിക്കും. പക്ഷെ ഇത്രയും വലിയ ഹ്യൂജ് ആയിട്ടുള്ള ഒരു ബിൽഡ് പോലത്തെ ഒരു കാർ, അതും ഒരു കമ്പനി ടൈപ്പ് ഒക്കെ ചെയ്ത് ഇങ്ങനെ ഇത്രയും വലിയ ക്വാളിറ്റിയിലൊക്കെ ചെയ്തത് ആദ്യമായിട്ടാണ്. സോ അതായാലും ബാക്കിയുള്ള കാര്യങ്ങളായാലും ആൻഡ് മൂവി റിലീസ് ചെയ്യുന്നതിന് മുമ്പ് ആ ഒരു മൂവിയുടെ കോൺസെപ്റ്റ് എന്താണ്, അല്ലെങ്കിൽ മൂവിയുടെ എന്താണ് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ആ യൂണിവേഴ്സ് എന്താണ്, അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് എന്താണ്, അവർ തമ്മിലുള്ള കണക്ഷൻ എന്താണെന്നൊക്കെ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു ആനിമേറ്റഡ് സീരീസ് തന്നെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇങ്ങനത്തെ ഒരുപാട് ക്വാളിറ്റി ആയിട്ടുള്ള ഒരു പ്രസന്റേഷൻ ഉള്ള ഒരു മൂവിയും കൂടിയാണ്. ആൻഡ് ബഡ്ജറ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു 700-800 കോടിയാണ് ബഡ്ജറ്റ്. പക്ഷെ അതിന്റെ പകുതിയും ആക്ടേഴ്സിന്റെ സാലറി ആണെന്നാണ് കേട്ടത്. ഇപ്പൊ പ്രഭാസിന് എനിക്ക് തോന്നുന്നു 200 കോടിയോ 150 കോടിയോ എന്തോ സിനിമയ്ക്ക് വേണ്ടി വാങ്ങിയിട്ടുണ്ട്. പിന്നീട് അമിതാഭ് ബച്ചൻ, ദീപിക, കമലഹാസൻ, അങ്ങനെ ഒരുപാട് സ്റ്റാർസ് ഉണ്ട്. സോ അവരുടെ ഒക്കെ സാലറി ആണ് ഈ ഒരു മൂവിയുടെ പകുതി എന്ന് പറയുന്നത്. പിന്നീടാണ് ശരിക്കും ആ ഒരു VFXും ആ ഒരു മൂവിക്ക് വേണ്ടിയിട്ടുള്ള ഫണ്ട് എന്ന് പറയുന്നത്. ഇതിന്റെ ബഡ്ജറ്റിൽ ഒരു അടിപൊളിയായിട്ടാണ് ചെയ്തിട്ടുണ്ട്. കാരണം ആ ട്രെയിലർ കാണുന്നതൊക്കെ മനസ്സിലാവും, ഒരു ക്വാളിറ്റി ആയിരുന്നു. എനിക്ക് ഭയങ്കര ട്രെയിലർ ഇഷ്ടപ്പെട്ടു. അഫ്കോഴ്സ് ട്രെയിലറിന്റെ സ്റ്റാൻഡിൽ എൻ്റെ ഒരു പക്ക ഒരു ഹോളിവുഡ് സ്റ്റൈല്, ഒരു സ്ഥലത്തും നമുക്ക് ഒരു ഇന്ത്യൻ മൂവി കാണുന്ന ഒരു ഫീൽ. അതിന്റെ ഈച്ച് ആൻഡ് എവരി ഫ്രെയിം എടുത്ത് നോക്കിയാലും അങ്ങനെയാണ്. അത് CGയിലായാലും ക്യാരക്ടേഴ്സിന്റെ ആയാലും ആ ഒരു ഫൈറ്റ് സീക്വൻസ് പോലെ കുറച്ച് കാണിക്കുന്നുണ്ട്. പക്ക സ്റ്റാർ വാർസ് പോലൊക്കെ ആണെങ്കിലും ആ ലെവലിലൊക്കെ അവർ പിടിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ആ ലെവലിലൊക്കെ ആ ഒരു കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോൾ ഓരോ ടെക്കും ആ സൂപ്പർ പവേഴ്സും കാര്യങ്ങളും. ഇപ്പം മഹാഭാരതത്തിലുള്ള ക്യാരക്ടേഴ്സിനെയും അല്ലെങ്കിൽ അതിന്റെ ഒരു സ്റ്റോറിയൊക്കെ കൊണ്ടുവരുമ്പോൾ ആ ഒരു സൂപ്പർ പവർ, ആ ഒരു ടെക്ക്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബ്ലെൻഡ് ചെയ്ത് എങ്ങനെ പ്രസന്റ് ചെയ്യാം. സോ ആ രീതിയിലും അടിപൊളിയായിട്ട് തന്നെ ഈ ഒരു മൂവിയിൽ പ്രസന്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ഈ സംസാരിക്കുന്നത് അല്ലെങ്കിൽ പറയുന്നതൊക്കെ ആ ഒരു ട്രെയിലറിനെ ബേസ് ചെയ്തിട്ടാണ്. നമുക്ക് എന്തായാലും സിനിമ ഇനി റിലീസ് ആകാൻ കുറച്ച് ടൈം മാത്രമേ ഉള്ളൂ. എന്തായാലും ഒരുപാട് എക്സ്പെക്ടേഷൻസ് ഉണ്ട് ഈ ഒരു മൂവി കാണാനായിട്ട്. ആൻഡ് മെയിൻലി ഒരു പ്രഭാസ് ചിത്രം ആവാതിരുന്ന കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. കാരണം ഓക്കെ, പ്രഭാസ് എന്നൊരു ആക്ടറാണ്. സോ സീരിയസ്ലി ആ ഒരു കാര്യം ഭയങ്കര രീതിയിൽ ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ആ ഒരു മാർക്കറ്റ് വാല്യൂ അല്ലെങ്കിൽ നടന്റെ ഒരു വാല്യൂ. പക്ഷെ അത് അങ്ങനെയല്ല, അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ മാത്രം ഫോക്കസ് ചെയ്ത് ഒരിക്കലും വരത്തില്ല. എന്നാലും പ്രഭാസിന്റെ മൂവിയാണ്, പ്രഭാസിനെ ഫോക്കസ് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. പക്ഷെ അങ്ങനെ വരാതിരുന്നാൽ കുറച്ചും കൂടി അടിപൊളിയായിരിക്കും. സോ അതിന്റെ കണ്ടന്റ് എന്താണോ അതിൽ ക്യാരക്ടേഴ്സിനെ കൊണ്ടൊന്ന് പ്രസന്റ് ചെയ്യണമെങ്കിൽ വേറെ ലെവലായിരിക്കും. അല്ലാതെ ഇന്ന ക്യാരക്ടേഴ്സിനെ മാത്രം ഫോക്കസ് ചെയ്ത് അല്ലെങ്കിൽ അവരെ മാത്രം ഒരു മെയിനായിട്ട് കാണിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ ചിലപ്പോൾ ആ മൂവി നമ്മൾ വിചാരിക്കുന്ന പോലെ വർക്ക്ഔട്ട് ആവാൻ ചാൻസ് ഇല്ല. പക്ഷെ എന്തായാലും ഞാൻ ഒരുപാട് വെയിറ്റിംഗ് ആണ് ഈ മൂവി കാണാനായിട്ട്. എന്തായാലും കണ്ടിട്ട് ഇതിന്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്യാം. സോ നിങ്ങൾ എത്രമാത്രം എക്സൈറ്റഡ് ആണെന്നുള്ള കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.